السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഏറ്റവും നല്ല സൂക്ഷ്മത നൽകി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ലോകത്ത് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പം അല്ലാഹുവിനെ പരിപൂർണമായി തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും ഈ ലോകത്തു നിന്ന് വിട പറയുന്ന അവസാന നിമിഷം അല്ലാഹു നമ്മെ തൃപ്തിപ്പെട്ടുകൊണ്ട് വിട പറയുവാനുമുള്ള മഹാ തൗഫീഖിനായി സദാ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും ചേർക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി നമ്മുടെ കേരളക്കരയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ മനുഷ്യ മനസ്സുകളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന തരത്തിലുള്ളതാണ്. കാസർഗോഡ് ജില്ലയിൽ അബ്ദുൽ ഗഫൂർ ഹാജി എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹം മരണപ്പെട്ടു, മയ്യത്ത് ഖബറടക്കി ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട്, അതുകൊണ്ട് അന്വേഷണം നടത്തണമെന്ന് കുടുംബാംഗങ്ങൾ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുന്നത്. നമ്മൾ ആ വാർത്ത വളരെ വിശദമായി കേട്ടവരാണ്. ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലൊക്കെ വലിയ വലിയ വാർത്തകളായിക്കൊണ്ട് അത് ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ മയ്യത്ത് വീണ്ടും പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ ശരീരത്തിന്റെ തലയുടെ ഭാഗത്തൊക്കെ വലിയ ചതവ് സംഭവിച്ചത് ബോധ്യപ്പെടുകയും ഒരു സ്വാഭാവിക മരണമല്ല, കൊലപാതകമാണ് എന്ന് കണ്ടെത്തുകയും
അതിലേക്ക് സംശയമുണ്ടായ 4 ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് അബ്ദുൽ ഗഫൂർ ഹാജി കൊല്ലപ്പെടാനുള്ള കാരണം എന്നതിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അത്യാർത്തിയും മതബോധമില്ലായ്മയുമാണ് എന്ന് അടിവരയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. 596 പവൻ സ്വർണം ഒരു കുടുംബത്തിലെ കുടുംബനാഥൻ 596 പവൻ സ്വർണം കയ്യിലുണ്ടായിട്ടും അത് ഇനിയും ഇരട്ടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് ഇരട്ടിപ്പിച്ചു തരാം എന്ന് പറയാനുള്ള ആളുകൾ അവരെ സമീപിക്കുകയാണ്. ഞങ്ങൾക്ക് ജിന്നുമായിട്ട് നല്ല ബന്ധമുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ ജിന്ന് ഈ സ്വർണം ഇരട്ടിപ്പിക്കുന്ന കാര്യത്തിൽ വളരെ വിദഗ്ധരായ ജിന്നുകളാണ് കൈവശമുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ആഭരണം മുഴുവനും ഒരു പാത്രത്തിലാക്കി തന്നാൽ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ അത് ഇരട്ടിയാക്കി തരാം എന്ന് പറഞ്ഞു വിശ്വസിപ്പിക്കുകയാണ്. ഏതാണ് കാലഘട്ടം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉത്തരം നമ്മുടെ ഈ ജീവിത കാലഘട്ടം, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ വർത്തമാന കാലം. സാക്ഷരമാണ് കേരളമെന്ന് കേരളത്തിന് പുറമേയുള്ള സ്റ്റേറ്റുകളൊക്കെ പറയുന്നുണ്ട്, കേരളം അത് അവകാശപ്പെടുന്നുമുണ്ട്. പക്ഷേ കേരളത്തിൽ ഏറ്റവും വലിയ വിഡ്ഢികളും ഇതുപോലെയുള്ള പൊട്ടന്മാരുമാണ് ഈ സാക്ഷര കേരളം നിലനിർത്തുന്നത് എന്ന് ആലോചിക്കുമ്പോൾ അത് വല്ലാത്ത ഒരു നാണക്കേടായിട്ടാണ് തോന്നുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രമാണ് ധനത്തോടുള്ള അത്യാർത്തി. മാന്യമായ രീതിയിലായിരുന്നു 596 പവൻ സ്വർണം ആ മനുഷ്യൻ സമ്പാദിച്ചിരുന്നതെങ്കിൽ അതിന്റെ കൃത്യമായ വിഹിതം സക്കാത്ത് കൊടുത്തുകൊണ്ട് ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ഹലാലായ മാർഗത്തിലൂടെ വീണ്ടും സമ്പാദിക്കുവാനുള്ള ധാരാളം വഴികളുണ്ട്. പക്ഷേ ഹലാലാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി എന്നതുകൊണ്ട് തന്നെ ആ സ്വർണം ഇവരെ ഏൽപ്പിക്കുകയും മാസങ്ങൾക്ക് ശേഷം അത് തിരിച്ചു ചോദിച്ചപ്പോൾ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. അത് മേടിച്ചു കൊണ്ടുപോയവർ ഇഷ്ടംപോലെ ഉപയോഗപ്പെടുത്തി, വലിയ മാളികകൾ പണിതു, വലിയ വലിയ വാഹനങ്ങളിൽ യാത്രയായി. അവർക്കൊന്നും ജീവിതത്തിൽ ഒരിക്കലും സമ്പാദിക്കാൻ പറ്റാത്ത അത്ര സമ്പത്ത് ഇതിനു പുറമെയും മറ്റു പല ഈ തരത്തിലുള്ള ധന ആഗ്രഹികളെ, അത്യാർത്തിയുള്ള ആളുകളെ സമീപിച്ച് അവർ സമ്പാദിച്ചിട്ടുണ്ട് ഈ 4 അംഗ സംഘം. അവസാനം പിടിവലിയും ഉന്തും തള്ളുമായപ്പോ ആ മനുഷ്യന്റെ തല പിടിച്ച് ചുമരിലിടിച്ചാണ് കൊന്നത് എന്ന് ഇന്ന് ആ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ പത്രമാധ്യമങ്ങളിലൂടെ പുറത്തു പറയുന്നു. ഒന്നാലോചിച്ചു നോക്കൂ, എങ്ങനെയാണ് ഒരു കുടുംബം, അതീവ സമ്പന്നമായ ഒരു കുടുംബം, ആ സമ്പന്നനായ കുടുംബത്തിലെ നിത്യസന്ദർശകരായിട്ട് കേരളത്തിലെ അറിയപ്പെടുന്ന പുരോഹിതന്മാർ വരെയുണ്ട്. ഇവിടുത്തെ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന കോടികളുടെ ധനമുള്ള സമ്പത്തുള്ള വലിയ വലിയ നോളേജ് സിറ്റികളുടെ സമ്പന്നന്മാരായ അധിപന്മാർ വരെ ഈ ചൂഷണം ചെയ്ത ജിന്നുമ്മയുടെ വീട്ടിലെ സന്ദർശകരായിരുന്നു എന്ന് ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതൊരു ചെറിയ കേസല്ല. എന്തുകൊണ്ട് ഈ മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടിട്ട് മാസങ്ങളോളം അതൊരു അന്വേഷണം പോലുമില്ലാതെ പെട്ടെന്ന് മയ്യത്ത് കബറടക്കി എന്നതിന്റെ ഉത്തരം അറിയണമെങ്കിൽ ഈ വലിയ വലിയ സമ്പന്നരുടെ ശക്തിയും അവരുടെ പ്രാപ്തിയും ഇവിടുത്തെ നിയമത്തിന്റെ മുമ്പിൽ എത്രമാത്രം അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് കൂടി ഇതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും പറഞ്ഞു കേൾക്കുന്നത്, ഈ ജിന്നുമ്മ പലപ്പോഴും അവളുടെ കയ്യിലുള്ള ജിന്നിനെ ഗഫൂർ ഹാജിക്ക് കാണിച്ചു കൊടുക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, ഇത് കേൾക്കുമ്പോ കഴിഞ്ഞ ഖുതുബയിൽ എന്താണ് നേർച്ച എന്തല്ല നേർച്ച എന്ന് പറഞ്ഞതുപോലെ ആരാണ് ജിന്ന്, എങ്ങനെയാണ് അതിനുള്ള വിശ്വാസം ഉണ്ടായിരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് മിനിമം അതിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ചെറിയൊരു ഭാഗമെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. മൊത്തത്തിൽ മനുഷ്യരുടെയൊക്കെ വിചാരം ഈ ജിന്നുകൾ എന്ന് പറയുന്നത് ചില വിളവന്മാർക്കൊക്കെ കീഴ്പ്പെടുത്തി അവരുടെ ഇഷ്ടാനുസരണം ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു വിഭാഗമാണ് എന്നാണ്.
അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ജിന്നുമ്മമാർ, ഒരുപാട് ജിന്നുപ്പാപ്പമാർ ഈ സമുദായത്തെയും സമൂഹത്തെയും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെയൊക്കെയുണ്ടെന്നറിയോ ജിന്നുമ്മമാർ? അവരുടെ അടുത്ത് ജിന്നിങ്ങനെ വന്നിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അവര് ജിന്നിനെ വിട്ടിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു കാര്യം നമ്മൾ ഇതിന്റെ കൂടെ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളുടെ കയ്യിൽ ജിന്നുണ്ട്, ഞങ്ങൾ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന ജിന്നുകളെ ഞങ്ങൾ കീഴ്പ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന ഈ മുഴുവൻ മനുഷ്യരും അവരുടെ വീടിന്റെ വാതിൽ തുറക്കാൻ ആ വീട്ടിൽ ആളുകളെയാണ് വിളിക്കുന്നത്. അവർ പുറമേ നിന്ന് വാഹനവുമായി വന്നാൽ അവരുടെ ഗേറ്റ് ഒന്ന് തുറക്കാൻ ഈ വാഹനത്തിൽ വന്ന ആള് തന്നെ ഇറങ്ങിപ്പോയിട്ടാ ഗേറ്റ് തുറക്കണത്. ആ ഗേറ്റ് ഒന്ന് തുറക്കാൻ പോലും അവരുടെ കീഴ്പ്പെടുത്തിയ ജിന്നിനെ കൊണ്ട് അവർ ഉപയോഗപ്പെടുത്തുന്നില്ല. അവരുടെ വീടുകളിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ വന്നാൽ, അല്ലെങ്കിൽ ഒരു ഡിമോളിഷൻ ആവശ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ആ തരത്തിലുള്ള അവരുടെ വീടിന് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, പണികൾ കൂടുതൽ വന്നാൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരായ പണിക്കാരെയാണ് വിളിച്ചതൊക്കെ ചെയ്യിക്കുന്നത്. അവിടെയൊന്നും ഇവർ ഈ ജിന്നിനെ ഉപയോഗപ്പെടുത്തുന്നതായിട്ട് കാണുന്നില്ല. അതെന്തേ? എന്താ അതിന്റെ കാര്യം? അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കണം സഹോദരങ്ങളെ. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് ഈ വിഷയത്തിൽ ഒരു കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ ബോധ്യമായിരിക്കണം മുസ്ലിം സമുദായത്തിന്റെ കൃത്യമായിട്ടുള്ള വിശ്വാസം. അല്ലാഹു സുബ്ഹാനഹു തആല വളരെ കൃത്യമായി കൊണ്ട് ആ കാര്യം പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ജിന്നു വർഗവും അവന്റെ കൂടെയുള്ളവരും, അതായത് ഇബ്ലീസ് ഖാന മിനൽ ജിന്ന്, അവൻ ജിന്നിൽപ്പെട്ടവനാണ്, അവനും അവന്റെ വർഗത്തിൽപ്പെട്ടവരും നിങ്ങളെ കാണും, പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും അവനെ കാണാൻ സാധ്യമല്ല. നിങ്ങൾക്കൊരിക്കലും അവനെ കാണാൻ സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞാൽ, ഞാൻ ഇന്ന സ്ഥലത്ത് ജിന്നിനെ കണ്ടിട്ടുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ പറഞ്ഞവൻ ഖാദിബാണ്, കള്ളവ് പറയുന്നവനാണ്, അവൻ പറയുന്നത് വിശ്വസിക്കാൻ കൊള്ളാത്തതാണ്. നമ്മുടെ നാട്ടിൽ ഈ കാലത്തിനിടയിൽ ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, പല ആളുകളും. ആരെന്നറിയോ? സത്യത്തിൽ ഇവിടുത്തെ സമസ്തക്കാരാണ് ഈ ജിന്ന് വിശ്വാസം ഈ ഉമ്മത്തിന്റെ മുമ്പിൽ ഇത്രമാത്രം അടിച്ചേൽപ്പിച്ചത്. അതിന് അവർക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ ജിന്നിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരുപാട് അതിക്രമങ്ങൾ ചെയ്തവരാണ് ഇവിടുത്തെ സമസ്ത പുരോഹിതന്മാരിൽ പല ആളുകളും. വളരെ മോശമായ പ്രവൃത്തികൾ ചെയ്ത് ആ പ്രവൃത്തിയുടെ പരിണിത ഫലമായിട്ടുണ്ടാകുന്ന ബാധ്യതകളെ ജിന്നിലേക്ക് ചേർത്തി പറഞ്ഞ് അത് ജിന്നിനുണ്ടായതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിന്നിനെ ആരോപിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന സമ്പ്രദായം നമ്മുടെ നാട്ടിൽ പണ്ടേ ഉള്ളതാണ്. അപ്പൊ പിന്നെ ആർക്കും പ്രശ്നമില്ല. ജിന്നിനെ പിടിക്കാനോ അറസ്റ്റ് ചെയ്യാനോ അതിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കാനോ നമ്മളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് അത് അങ്ങനെയൊന്ന് വിശ്വസിച്ച് സമാധാനിക്കുന്ന ഒരു ഉമ്മത്ത് ഈ കേരളത്തിലുണ്ട്. ആ ഉമ്മത്തിനെ തന്നെ വളരെ കൃത്യമായിട്ട് പരിശുദ്ധ ഖുർആനിന്റെയും പരിശുദ്ധ പ്രവാചകന്റെയും തിരുവചനങ്ങൾ കൊണ്ട്, അവിടുത്തെ തിരുസുന്നത്തുകൾ കൊണ്ട് കൃത്യമായിട്ട് ബോധവൽക്കരണം ചെയ്യേണ്ടുന്ന മുജാഹിദുകൾക്കിടയിൽ പോലും ഒരു വിഭാഗം ആളുകൾ വന്നുകൊണ്ട്, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് വെച്ച് ജിന്നിനെ കണ്ടിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന ആള് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ മോട്ടോർ സൈക്കിളിന്റെ ബാക്കിൽ ജിന്നു കയറി ഇരുന്നിട്ടുണ്ട്, പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോ കുറച്ചുകൊണ്ട് ചെന്നപ്പോ പിന്നെ കണ്ടില്ല എന്നൊക്കെ പറയുന്നവർ മുജാഹിദുകളുടെ പേരിൽ പോലും ഈ പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നുഴഞ്ഞു കയറി കള്ളമായ വാദങ്ങൾ ഈ സമുദായത്തിൽ വീണ്ടും അടിച്ചേൽപ്പിക്കാൻ, ആ വിശ്വാസം പ്രചരിപ്പിക്കാൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു പുരോഹിതനാണ് ഈ 2 ആഴ്ച മുമ്പ് പറഞ്ഞത്, നമ്മുടെയൊക്കെ നാട്ടിലെ സാഹിറന്മാരെന്ന് അവകാശപ്പെട്ടിരിക്കുന്ന 100% കള്ളന്മാരായ, വ്യാജന്മാരായ, അവരിയ്ക്കുന്ന ചെയറിൽ നിന്ന് അവർ സ്വന്തം എഴുന്നേൽക്കുന്നത് പോലും അവർക്ക് കഴിയുമെങ്കിൽ എഴുന്നേൽക്കാം എന്നല്ലാതെ ഒരു ചുക്കും ചെയ്യാൻ കഴിയാത്ത, ആ ഇരിക്കുന്നിടത്ത് ഇരുന്ന് ഒന്നും ചെയ്യാൻ കഴിയാത്ത ചൂഷകർ മാത്രമായിട്ടുള്ള ആളുകൾ ഒരു കോഴിമുട്ടയിൽ എന്തെങ്കിലും 4 കളങ്ങൾ വരച്ച് അതിൽ 4 അക്ഷരം എഴുതിയാൽ പിന്നെ ആ കോഴിമുട്ട സാധാരണ കോഴിമുട്ടയല്ല. അത് പിന്നെ നിങ്ങൾ പീടിയെന്ന് പഠിക്കണ കോഴിമുട്ടയല്ല. കോഴിമുട്ടയുടെ മർത്തവം, അതിന്റെ അവസ്ഥ മാറി. ആ കോഴിമുട്ട പിന്നെ പിശാചിലേക്കുള്ള കമ്മ്യൂണിക്കേഷനായി.
എന്ന് വരെ മുജാഹിദുകളാണ് എന്ന് പറയുന്ന ചില പുരോഹിതന്മാർ വരെ ഈ സമുദായത്തിന്റെ മുമ്പിൽ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നു. ഇത് പറയാൻ എന്തു പ്രമാണമാണ് ഇവരുടെ കയ്യിലുള്ളത്? ഒരു കോഴിമുട്ടയിൽ ഏതെങ്കിലും ഒരു വിവരം കെട്ടവൻ, ഇനി വിവരമുള്ളവനാവട്ടെ, അറബി നന്നായിട്ട് എഴുതാനും വായിക്കാനും അറിയുന്നവൻ തന്നെ ആവട്ടെ, അവന് പോലും അതിൽ 4 അല്ല 40,000 കളങ്ങൾ വരച്ച് അതിൽ എത്രമാത്രം അക്ഷരങ്ങൾ എഴുതിയാലും കടയിൽ നിന്ന് മേടിച്ച കോഴിമുട്ടക്ക് എന്തെങ്കിലും ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ, മാറ്റമുണ്ടാക്കാൻ ആ എഴുത്തുകൊണ്ടോ വര കൊണ്ടോ സാധ്യമല്ല എന്നതാണ് മുജാഹിദുകളുടെ വിശ്വാസം. അതാണ് അള്ളാഹു പഠിപ്പിച്ച ദീന്. അതാണ് നിർഭയത്വത്തിന്റെ ഈമാനുള്ളവരുടെ വിശ്വാസം. എന്നാൽ ആ കോഴിമുട്ടക്ക് ജിന്നുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളുകളും ജിന്നുകളും തമ്മിൽ സദാസമയം കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്ന വളരെ അപകടകരമായ വിശ്വാസം ഈ സമുദായത്തിന്റെ മുമ്പിൽ അടിച്ചേൽപ്പിക്കുകയാണ്. കള്ളവർത്തമാനമാണത്. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനും ജിന്നുകളുമായി നടത്താൻ ഒരു മനുഷ്യനും സാധിക്കൂല. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും. പരിശുദ്ധ ഖുർആൻ സൂറത്ത് അറാഫിലെ അതിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്ത് അറാഫിൽ വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു തആല ആ ആയത്തിലൂടെ അത് പഠിപ്പിച്ചു തരികയാണ്. 25-26 ആയത്തുകളുടെ ഭാഗത്ത് ആ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നിടത്ത് അല്ലാഹു പറയാണ്, ഈ പറയപ്പെടുന്ന ജിന്നുവർഗം അവർക്ക് നിങ്ങളെ കാണാൻ സാധിക്കും, അഥവാ ജിന്നുകൾക്ക് നമ്മളെ കാണാൻ സാധിക്കും. അത് അങ്ങനെ തന്നെ വിശ്വസിക്കണം. കാരണം എന്താ? അല്ലാഹു പറഞ്ഞു അവർ കാണും നിങ്ങളെ. പക്ഷേ അവര് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇനി ദുനിയാവിൽ ഒരു മനുഷ്യനും അത് കാണാൻ സാധ്യമല്ല. അത് അല്ലാഹു സുബ്ഹാനഹു തആല കാണിച്ചു കൊടുത്ത ഒരു മനുഷ്യനുണ്ട്. ഈ ഭൂമി ലോകത്ത് ഒരു മനുഷ്യൻ അങ്ങനെ ജീവിച്ചിട്ടുണ്ട്. ഈ ജിന്നുകളെ ആ പ്രവാചകന് അല്ലാഹു സുബ്ഹാനഹു തആല കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ കൃത്യമായി വിശ്വസിക്കണം, മനസ്സിലാക്കണം. സുലൈമാൻ നബി അലൈഹിസ്സലാം ആ പ്രവാചകൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അത് പരിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാദില് അതിന്റെ 35, 36, 37 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ്: ഖാല റബ്ബി അഗ്ഫിർലി വഹ്ബിലി മുൽക്കൻ ലാ യംബഈ ലിഅഹദിൻ മിൻ ബഅദി ഇന്നക അൻതൽ വഹ്ഹാബ്. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു അല്ലാഹുവിനോട്, അല്ലാഹുവേ, എനിക്ക് നീ പുറത്തു തരണമേ, എനിക്ക് ശേഷം മറ്റാർക്കും തരപ്പെടാത്ത രാജാധിപത്യം നീ എനിക്ക് നൽകണമേ. നീ തന്നെയാണ് എല്ലാം തരുന്നവൻ, തീർച്ച. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുത്ത ഒരുപാട് നിഅമത്തുകളുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതില് ഒന്നാണ് ഈ ജിന്നുവർഗത്തെ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു കീഴ്പ്പെടുത്തി കൊടുത്തു എന്നത്. അത് അല്ലാഹുവിന് മാത്രം കഴിയുന്നതാണ്. അത് സുലൈമാൻ നബിക്ക് മാത്രമാണ് ഈ ഭൂമി ലോകത്ത് അല്ലാഹു കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പരിശുദ്ധ പ്രവാചകൻ മക്കയിൽ സ്വഹാബിമാർക്ക് ക്ലാസ് ഖുർആൻ ഓതി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഖുർആൻ കേട്ട് അവർക്കിടയിൽ ജിന്നുകൾ വന്നിരുന്ന് ആ ഖുർആനിനെ കേട്ടിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വഹയിലൂടെ പിന്നീട് റസൂലുള്ളാഹിക്ക് ആയത്തിറക്കി കൊടുക്കുകയാണ്. റസൂലുള്ളാന്റെ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്ന ഇൻസുകളെ റസൂലുള്ള കണ്ടിട്ടുണ്ട്, സ്വഹാബികളെ റസൂലുള്ള കണ്ടിട്ടുണ്ട്. അവരോടൊപ്പം ജിന്നുകൾ വന്ന് ആ ഖുർആനെ കേട്ടു. ആ കേട്ടവർ അതിൽ വല്ലാത്ത അതിശയം അവരുടെ ആളുകളോട് ചെന്ന് പറഞ്ഞു. മുഹമ്മദ് റസൂലുള്ള ഓതി കൊടുത്ത ആയത്തുകളുടെ അത്ഭുതങ്ങൾ അവർ സംസാരിക്കുകയും വിശ്വാസികളാവുകയും ചെയ്ത കാര്യം സൂറത്തു ജിന്നിലെ 1-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുക, നബിയെ പറയണം. ആരോട് പറയണം? ഇത് പഠിപ്പിച്ചു കൊടുക്കണം. ആർക്ക്? മുഴുവൻ മനുഷ്യർക്കും. ഇനി എന്താ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ആ കാര്യം ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലു ഇന്നാ സമഅനാ ഖുർആനൻ അജബാ.
ഒരു കൂട്ടം, ഒരു ജിന്നല്ല, ഒരു കൂട്ടം ജിന്നുകൾ റസൂലുള്ള ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന സദസ്സിൽ ഉണ്ടായിട്ട് പോലും അവരാ സദസ്സിൽ ഉണ്ടായിരുന്നു എന്ന് റസൂലുള്ളാഹിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്താ കാരണം? അല്ലാഹ് പറഞ്ഞു അവരെങ്ങൾക്ക് കാണാൻ കഴിയില്ല. ആ തരത്തിലാണ് അല്ലാഹു ജിന്നുകളെ സൃഷ്ടിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹിക്ക് കാണാൻ കഴിയാത്ത, റസൂലുള്ളാഹിക്ക് പിടിച്ചുപയോഗപ്പെടുത്താൻ കഴിയാത്ത ഒരു വർഗത്തെ നമ്മുടെ നാട്ടിലുള്ള ഏഴാങ്കൂലികളായിട്ടുള്ള, ഒരു നിലവാരവുമില്ലാത്ത, ചൂഷകരായ, വഞ്ചകരായ, ധാർമ്മികത തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഈ സിദ്ധന്മാർ എന്ന് പറയുന്ന ചില ആളുകൾ പറയും സിദ്ധന്മാർക്കിടയിൽ വ്യാജന്മാരുണ്ട് എന്ന്. സിദ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിലുള്ളവർക്ക് നേരെ വ്യാജൻ എന്നതിനപ്പുറം ഒറിജിനൽ എന്നൊന്നും പറയാനില്ല. മുഴുവനും കള്ളൻവാദികളാണ്, വ്യാജന്മാരാണ്. ഈ വ്യാജന്മാർ അവർക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെയും ജിന്നുകൾ എങ്ങനെ ഒരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ അവർ കീഴ്പ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നവൻ കാഫിറാണ്. അത് വിശ്വസിക്കുന്നവർ കാഫിറാണ്. എന്നിട്ടാണ് ചില മുസ്ലിയാക്കന്മാർ പറയുന്നത് ഒരു കോഴിമുട്ടയിൽ 4 കളം വരച്ച് ആ കോഴിമുട്ട ഏതെങ്കിലും ഒരു കിണറ്റിൽ കൊണ്ടുപോയിട്ടാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിന്റെ അടുക്കളയിൽ അതെത്തിയാൽ അത് പിന്നെ സാധാരണ കോഴിമുട്ടയല്ല. മുജാഹിദുകളായ സഹോദരങ്ങളെ, നിങ്ങളുടെ പാരമ്പര്യത്തിൽ നിങ്ങൾ കേട്ടു വളർന്ന് പഠിച്ചതിൽ എപ്പോഴെങ്കിലും ഈ തരത്തിലുള്ള ഒരു അപവാദം, ഒരു മോശമായ ഒരു വാദം നിങ്ങൾ വേറെ കേട്ടിട്ടുണ്ടോ? ഇത് പ്രചരിപ്പിക്കാനായിട്ട് മുജാഹിദിൽ നിന്ന് വേറിട്ടു പോയ ഒരു സംഘം, പ്രത്യേകമായി ഒരു സംഘം ഉണ്ടാക്കുകയും അതിൽ ഈ തരത്തിലൊക്കെ ജിന്നിനെ ഭയപ്പെടണമെന്ന് ആളുകളെ പറഞ്ഞു പേടിപ്പിക്കുകയും ഈ തരത്തിൽ ഒരു തകിടിലോ ഒരു കരിക്കിലോ ഒരു കോഴിമുട്ടയിലോ എന്തെങ്കിലുമൊക്കെ വരച്ചു എഴുതിയിട്ടാൽ അത് പിശാചിനുള്ള കമ്മ്യൂണിക്കേഷനായി, പിന്നെ പിശാചുമായി ബന്ധപ്പെടാൻ അത് എളുപ്പമായി എന്ന് പഠിപ്പിക്കുന്ന ഈ ഒരു വർത്തമാനം കേരളത്തിലെ സമസ്ത പുരോഹിതന്മാർ മാത്രമാണ് ഈ സമുദായത്തിന്റെ മുമ്പിൽ പറഞ്ഞു പറ്റിച്ചിരുന്നത്. ആ പറഞ്ഞു പറ്റിച്ചിരുന്നതിനെ ഒന്നുകൂടി എളുപ്പമാക്കിക്കൊണ്ട് മറ്റു ചില ആളുകൾ കൂടി ഇപ്പോൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വഴിപിഴച്ചു പോകുന്ന പോക്ക് വല്ലാത്ത അപകടത്തിലേക്കാണ്. ആലോചിച്ചു നോക്കൂ, ഒരു കുടുംബത്തെ, ആ കുടുംബനാഥനെ കൊന്ന് കുഴിച്ചുമൂടാൻ ഈ അന്ധവിശ്വാസമാണ് കാരണമായത്. ഇതുപോലെ എത്രയെത്ര കൊലപാതകങ്ങൾ കേരളം കേട്ടത് എത്രയാണ്. ഈ പിശാചിന്റെ പേരിൽ, ഈ ചാത്തൻ സേവയുടെ പേരിൽ, ഈ ജിന്നിറക്കലിന്റെ പേരിൽ എത്ര ആളുകളെയാണ് കൊന്നിട്ടുള്ളത്, എത്ര സഹോദരങ്ങളെയാണ്. ഒരുപാട് കേസുകൾ നാണക്കേട് കൊണ്ട് മാത്രം, ആ കുടുംബത്തിന്റെ അപമാനം മാത്രം പുറത്തറിയാതിരിക്കാൻ വേണ്ടി മൂടി വെച്ച് ഒരുപാട് മയ്യത്തുകളെ കുഴിച്ചു മൂടിയിട്ടുണ്ട്. ഇതൊക്കെ ഈ അന്ധവിശ്വാസത്തിന്റെ പേരിൽ കൊന്നൊടുക്കിയതാ. എത്രയുണ്ട്. ആയതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് ജിന്നിനെ കുറിച്ച് എന്തൊന്ന് പറഞ്ഞോ അതിനപ്പുറം അവൻ ഭയങ്കരമാണ്, അവനെ പേടിക്കണം, അവനെ ഭയപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തെ, ഈ സമൂഹത്തെ നിർഭയത്വത്തിൽ നിന്ന് ഭയപ്പാടിലേക്ക് കൊണ്ടുപോകാൻ വളരെ ശ്രമകരമായ ഒരു അജണ്ടയുമായിട്ട് മുജാഹിദുകളുടെ കൂട്ടത്തിൽ ചില ആളുകൾ ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട്. ആയതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ആ തരത്തിലുള്ള കൂട്ടങ്ങളിലേക്ക് പോകുമ്പോൾ അറിയാതെ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. പരിശുദ്ധ ഖുർആൻ ഈ ശൈത്താനെ കുറിച്ച് പറഞ്ഞ മറ്റൊരു ആയത്ത് വളരെ കൃത്യമാണ്. 4-ാം അധ്യായം അതിന്റെ 76-ാമത്തെ വചനത്തിൽ, സൂറത്ത് നിസായിൽ അതിന്റെ 76-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയാ, ഇന്ന കൈദ ശൈത്താനി കാന ദഈഫാ. ഈ ശൈത്താന് അവന് വളരെ ദുർബലനാണ്. അവൻ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ ദുർബോധനങ്ങളിലേക്ക് ഇങ്ങനെ ഒന്ന് ശ്രദ്ധ ഉണ്ടാക്കുക എന്നല്ലാത്ത, മനുഷ്യനിൽ കേറിച്ചെന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ശക്തിയും ഈ ശൈത്താനിനില്ല. പരിശുദ്ധ ഖുർആനാ പറഞ്ഞിരുന്നത്, ഇന്ന കൈദ ശൈത്താനി കാന ദഈഫ. അവൻ നന്നേ ദുർബലൻ തന്നെയാണ്. അവന്റെ പണിയും അവന്റെ കാര്യമൊക്കെ അവന്റെ ഗോത്രത്തിലും അവന്റെ ജീവിതത്തിലും അവൻ ചെയ്തോട്ടെ. മനുഷ്യരുടെ അടുത്തേക്ക് വരുമ്പോ അവന് കഴിയുന്നത് എന്താ? ഹൃദയത്തിൽ വസ്വാസ് ഉണ്ടാക്കുക എന്നത് മാത്രമാണ്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്.
മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്ന മനുഷ്യന്മാരുണ്ട്. മിനൽ ജിന്നതി വന്നാസ്, അത് ജിന്നിൽപ്പെട്ട ആളുകളുമുണ്ട്, മനുഷ്യരിൽപ്പെട്ടവരുമുണ്ട്. മനുഷ്യന് നമ്മൾ ഹൃദയത്തിലേക്ക് ഉന്തി കയറാൻ പറ്റുമോ? പറ്റൂല. അതിന്റെ കൂടെ തന്നെ ജിന്നിന് പറഞ്ഞു, ജിന്നിനും നമ്മളെ ശരീരത്തിന്റെ ഉള്ളിൽ ചെന്ന് നമ്മളെ എവിടെയെങ്കിലും ഒക്കെ തളർത്തി കിടത്തി നമ്മളെ ഇസ്ലാമിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുന്ന ഒരു പണിയും മോനെ കൊണ്ട് കായികമായിട്ടോ അവന്റെ ശാരീരിക ബലം കൊണ്ടോ ചെയ്യാൻ കഴിയില്ല. അവൻ വഈഫാണ് ആ വിഷയത്തിൽ. അവന് ഒരുപാട് അവൻ്റെതായിട്ടുള്ള കഴിവുകൾ ഉണ്ടാവും. അത് അവന്റെ മാത്രം കഴിവാ. ആ കഴിവുമായിട്ട് മനുഷ്യരെ സമീപിക്കാൻ അവന് കഴിയില്ല എന്ന് അള്ളാഹു പറഞ്ഞു തരുമ്പോ നമുക്ക് അതല്ലേ ഈമാനിന്റെ ഭാഗം. അവനെ നമ്മൾ ആ തരത്തിൽ കണ്ടാൽ മതി എന്ന് മനസ്സിലാക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ എന്തൊന്നു പറഞ്ഞു തന്നുവോ അതിനപ്പുറം ചിന്തിക്കുവാൻ, അതിനപ്പുറം പ്രചരിപ്പിക്കുവാൻ, അത് ആവശ്യമില്ലാത്ത അനാവശ്യത്തിന്റെ മതത്തിന്റെ അതിരുകൾ വിട്ടുകൊണ്ടുള്ള പോക്കാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് വളരെ ചുരുക്കിക്കൊണ്ട് പറയുകയാണ്, ജിന്ന് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ട്. അത് അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ആ സൃഷ്ടിയെ കുറിച്ച് അല്ലാഹു വളരെ കൃത്യമായിട്ട് ഖുർആനിൽ പല സന്ദർഭങ്ങളിൽ പറഞ്ഞു തന്നു. ആ പറഞ്ഞു തന്നിടത്തൊന്നും അവന് നിങ്ങൾ ഭയപ്പെടണം എന്ന് പറഞ്ഞിട്ടില്ല. അവനെ നിങ്ങൾ ശ്രദ്ധിക്കണം നന്നായിട്ട്. അവൻ നിങ്ങളുടെ വലത്തും ഇടത്തൊക്കെ വന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ വിശ്വാസം ഇങ്ങനെ ഉണ്ടാക്കും. നിങ്ങളുടെ എല്ലാ നന്മയെയും തടയാനുള്ള പരിശ്രമം അവൻ നടത്തും. നിങ്ങളെ പിടിച്ചു കെട്ടാൻ അവന് കഴിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾക്ക് വല്ല ദുർബോധനവും തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നിങ്ങൾ അല്ലാഹുവിനോട് ശരണം തേടണം. അത് റബ്ബിനോട് തേടണം. ആ തേട്ടത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു തആല ആ ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തത്. വശയാതീനി കുല്ല ബനാഇൻ വഗവാസ് എന്ന് പറയുന്ന ആയത്ത് അതിന്റെ 37-ാമത്തെ വചനമായിട്ട് വരുന്നുണ്ട്. ചെകുത്താന്മാരെ കീഴ്പ്പെടുത്തി കൊടുത്തു. അവരിൽ എല്ലാ കെട്ടിട നിർമ്മാതാക്കളെയും മുങ്ങൽ വിദഗ്ധരെയും ഒക്കെ സുലൈമാൻ നബിക്ക് അല്ലാഹു കീഴ്പ്പെടുത്തി കൊടുത്തു. അതുകൊണ്ട് തന്നെ സുലൈമാൻ നബി ജിന്നിനോട് സഹായം തേടിയില്ലേ എന്ന് ഇപ്പൊ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇത്രമാത്രം അബദ്ധം. അപ്പൊ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുമോ നോക്കുക. സുലൈമാൻ നബി അലൈഹി സ്വലാം ഒരിക്കലും ജിന്നുകളോട് സഹായം തേടിയിട്ടേ ഇല്ല. എന്താ കാരണം? സുലൈമാൻ നബി അവരുടെ മുമ്പിൽ ആ ചെകുത്താന്മാരുടെ കൂടി രാജാവാണ്, ആ ചെകുത്താന്മാരുടെ നേതാവാണ്. ആ ചെകുത്താന്മാർ കീഴ്പ്പെടുത്തി കൊടുത്ത, അതിന്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും അല്ലാഹു ഏൽപ്പിച്ചു കൊടുത്ത രാജാവാണ്. എന്ത് ആജ്ഞാപിക്കുന്നുവോ അത് കൽപ്പനാസ്വരത്തിൽ സ്വീകരിക്കാൻ മാത്രം കഴിയുന്ന ശൈത്താന്മാരാണ് അവർ. അതല്ലാണ്ട് നിങ്ങൾ ഒന്ന് സഹായിക്കോ എന്ന് ചോദിച്ച ഒരു ചോദ്യം സുലൈമാൻ നബിയിൽ നിന്നുണ്ടായിട്ടില്ല. ആരുണ്ട് കൊണ്ടുവരാനെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് സഹായത്തേട്ടാ അല്ല, ഒരിക്കലും അങ്ങനെ അത് സഹായം തേടിയില്ലേ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. കൽപ്പിച്ചിട്ടുണ്ട്, പണിയെടുപ്പിച്ചിട്ടുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ വഫാത്തിന്റെ സമയത്തെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ഒരു വടി ഇങ്ങനെ കുത്തിപ്പിടിച്ചു നിന്ന് ജിന്നുകളെ കൊണ്ട് ബിൽഡിങ്ങിന്റെ പണി ചെയ്യിക്കുക, അവരെ കൊണ്ട് ചെയ്യിക്കുക. സുലൈമാൻ നബി അലൈഹിസ്സലാം ആ നൃത്തത്തിൽ മരണം സംഭവിച്ചു പോയിട്ടുണ്ട്. മരിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം കുത്തിപ്പിടിച്ച ആ വടി ചിതലുകൾ അടിയിൽ നിന്ന് തുരന്ന് വടി പൊട്ടി ആള് വീണപ്പോഴാണ് ജിന്നുകൾ പറഞ്ഞത്, വല്ലാത്തൊരു പൊട്ടന്മാരാണല്ലോ നമ്മൾക്ക് ഇദ്ദേഹം മരിച്ച വിവരം കൂടി അറിഞ്ഞില്ലല്ലോ എന്നാ. അത്രയുള്ളൂ അവരുടെ അറിവും അവരുടെ മേഖലയും. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്തും അറിയാൻ പറ്റുന്ന ജിന്നുമ്മമാർ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഉടനെ അവരെ കുറിച്ച് ഇവിടുത്തെ നിയമവിദഗ്ധർക്ക് റിപ്പോർട്ട് കൊടുക്കണം. കള്ളവാദികളാണ്, ആളുകളെ കൊലക്ക് വരെ എത്തിക്കാൻ പറ്റുന്ന വകുപ്പുകൾ ഉള്ള ആളുകളാണ്. ഇവരുടെ പിന്നിൽ ഒരുപാട് മാഫിയകളുണ്ട്, അവരുടെ പിന്നിൽ പലിശക്കാരുണ്ട്, അവരുടെ പിന്നിൽ മയക്കുമരുന്നിന്റെ ആളുകളുണ്ട്. നമ്മുടെ മഞ്ചേരിക്കടുത്ത് പാണ്ടിക്കാട് ഇതുപോലെ ഇരിക്കുന്ന ഒരു ചൂഷകനായ കുഞ്ഞിക്കോയ തങ്ങൾ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ അടുത്തുനിന്ന് 25 ലക്ഷം രൂപയുടെ മയക്കുമരുന്ന് പോലീസ് പിടിച്ചെടുത്തത്. 25 ലക്ഷം റുപ്യന്റെ മയക്കുമരുന്ന് കുഞ്ഞിക്കോയ തങ്ങളുടെ അടുത്തുനിന്ന്. അയാൾ ഇതുപോലത്തെ ഒരു ചൂഷകനായിരുന്നു. തന്റെ അടുത്ത് വരുന്ന ആളുകൾക്ക് മയക്കുമരുന്ന് കൊടുത്ത് ആളുകളെ തന്റെ മഹവറയിൽ തന്നെ തളച്ചിടാൻ വേണ്ടി അവിടേക്ക് പോയവരൊക്കെ പിന്നെ ആണ്ടെന്നെ പോവാത്ത, അത് ഉമ്മമാര്, സ്ത്രീകള്. അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി ഒരുപാട് കുടുംബങ്ങളിൽ. ചില മക്കൾ വന്നിട്ട് ഉമ്മമാരിങ്ങനെ തുണിയിപ്പാൻ മാറ്റി മുമ്പ് എവിടേക്കാ പോണെന്ന് വെച്ചപ്പോ തങ്ങളെടുത്ത് ഉമ്മ അങ്ങോട്ട് പോണ്ട,
അത് പറയാ നീ ആരടാ? അതുവരെ മക്കളോട് അങ്ങനെ ചോദിക്കാത്ത ഉമ്മമാർ, മക്കളോട് സൗമ്യമായി പെരുമാറിയിരുന്ന ഉമ്മയുടെ പ്രകൃതന്മാർ അങ്ങോട്ടിനി പോണ്ടാന്ന് പറയാനോ? എന്താ? അവിടെ നിന്ന് കിട്ടേണ്ടുന്ന മയക്ക് ലഹരിയുടെ അത് കുറഞ്ഞു വരുമ്പോൾ അവിടെ ചെന്ന് കൊടുക്കുന്ന, കലക്കി കൊടുക്കുന്ന വെള്ളത്തിലൂടെ ആ ഉമ്മമാർക്ക് ലഭിക്കുന്ന ലഹരി അവരെ അതുപോലെയുള്ള മഹല്ലറകളുടെ അടിമകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ തരത്തിലുള്ള ചൂഷകരെ അവർ ചൂഷകരാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി ജിന്നുകൾക്ക് ഈ മനുഷ്യർക്കിടയിൽ ഇടപെടുവാനോ അവരെ കൊണ്ടു നടക്കാനോ അവരെ എടുത്തുകൊണ്ടുപോവാനോ അവരെ തിരിച്ചെത്തിക്കാനോ പറ്റുന്ന ഒരു തരത്തിലുള്ള ഇടപെടലും ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹിന്റെ നമസ്കാരത്തെ പ്രയാസപ്പെടുത്താൻ വേണ്ടി ജിന്നുകൾ വന്നപ്പോ ആ ജിന്നുകളെ അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ നിന്ന് തുരുത്തി എന്നാണ് റസൂൽ സ്വഹാബികളോട് പറഞ്ഞത്. എനിക്കതൊന്ന് പിടിച്ചു അവരെ കെട്ടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അതെന്നെ കൊണ്ട് സാധിക്കുകയില്ല. കാരണം എൻ്റെ അഖി സുലൈമാൻ, അങ്ങനെയാ പറഞ്ഞത്, എൻ്റെ സഹോദരൻ സുലൈമാൻ അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന എനിക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് എന്നെ കൊണ്ട് കഴിയില്ലല്ലോ, എന്നെ കൊണ്ട് കഴിയില്ല. റസൂലുള്ളാഹിനെ കൊണ്ട് കഴിയാത്ത ഒന്ന് ഇനി ഖിയാമത്ത് നാൾ വരെ മറ്റൊരാളെ കൊണ്ട് കഴിയുമെന്നാണോ പറയുന്നത്? ഷഹാദത്ത് മുഴുവനും ബത്തിലാക്കുന്ന വിശ്വാസം. അതുകൊണ്ട് ഏത് കോഴിമുട്ടയിൽ വരച്ചാലും, ഏത് തകിടിൽ വരച്ചാലും, ഏത് കരിക്കിൽ വരച്ചാലും അത് വെറും കോഴിമുട്ടയാണ്, വെറും തകിടാണ്, വെറും കരിക്കാണ്. അതിന് ഇവർ എഴുതി വരച്ചു എന്നതുകൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷനും ഒരു ശൈത്താനുമായി ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് വിശ്വാസികൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല ആ തരത്തിലുള്ള മുഴുവൻ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നവരെയും അവരുടെ ഹൃദയങ്ങളിലേക്ക് യഥാർത്ഥ തൗഹീദിനെ അല്ലാഹു അവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فاتقوا الله عباد الله. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തണം. കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു പണ്ഡിതൻ, മുസ്ലിം പണ്ഡിതൻ, ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളുടെ അവർ വിശ്വസിക്കുന്ന, അവർ പൂജിക്കുന്ന, അവർ ആരാധിക്കുന്ന ചില ആരാധ്യന്മാരെ കുറിച്ച് മോശമായിട്ടൊരു വർത്തമാനം പറഞ്ഞു. ആ വർത്തമാനം പറയാൻ ചില സാഹചര്യങ്ങളുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. വെറുതെ അങ്ങ് ചാടി പറഞ്ഞതല്ല. നമ്മളത് രണ്ട് വശമായിട്ട് തന്നെ മനസ്സിലാക്കണം. ഒരുപാട് പള്ളികൾ അതിൻ്റെ അടിയൊക്കെ ഒന്ന് കുഴിച്ചു നോക്കുക, JCB ആയിട്ട് വരിക, പൊളിച്ച് കുഴിച്ചു നോക്കുക, എന്നിട്ട് അതിൻ്റെ അടിയിൽ വല്ല ഇവർ പറയപ്പെടുന്ന വല്ല ആരാധനയുടെ അടയാളങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കുക. അങ്ങനെ സമ്പ്രദായം ഇന്ത്യ രാജ്യത്ത് വളരെ മോശമായ രീതിയിൽ ഇവിടുത്തെ അധികാരവർഗത്തിൻ്റെ ഒത്താശയോടുകൂടി നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് വന്ന ഒരു പ്രയാസം കൊണ്ടായിരിക്കാം. എന്തായിരുന്നാലും ഒരു മതവിഭാഗവും ആരാധിക്കുന്ന ആരാധ്യന്മാരെ ചീത്തയായിക്കൊണ്ട് ആ ആരാധന നടത്തുന്ന ആരാധ്യർക്ക് അതൊരു മനസ്സിന് പ്രയാസം ഉണ്ടാകുന്ന തരത്തിൽ നിങ്ങൾ ചീത്ത വിളിക്കരുത് എന്ന് ഖുർആന്റെ നിർദ്ദേശമുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. ഖുർആൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അവന് ചീത്ത വിളിക്കരുത്. കാരണം അങ്ങനെ നിങ്ങൾ ചീത്ത വിളിച്ച എന്താ ഉണ്ടാവുക? അവർ യഥാർത്ഥത്തിലുള്ള ആരാധ്യനെ, അള്ളാഹുവിനെ അവര് ചീത്ത വിളിക്കും. അത് അത്രമേൽ സത്യ റബ്ബിന്റെ ഒരു വർത്തമാനം. ഈ ഒരു വർത്തമാനം ഇദ്ദേഹത്തിൽ നിന്നുണ്ടായ ഉടനെ തന്നെ പിന്നീട് നമ്മുടെ നാട്ടിലുള്ള ദൃശ്യ മാധ്യമങ്ങളുണ്ട്, കുറേ ഉണ്ട്, വളരെ മ്ലേച്ഛമായ. അതിലതങ്ങനെ റസൂലുള്ളാഹിനെയും അള്ളാഹുവിനെയും മോശമായി കൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതാണ് അതിന്റെ ഫലം ഉണ്ടാവുക. അതുകൊണ്ട് ഒരു ആരാധന നടത്തുന്ന ആരാധ്യന്മാരെയും ചീത്ത പറയും. അതിന്റെ പോരായ്മ പറഞ്ഞു കൊടുക്കാം. കൂട്ടരെ, ഇതൊരു കഥ മാത്രമാണ്. ഏതോ ഒരു മനുഷ്യന്റെ അവന്റെ നിലയിൽ ഉണ്ടായ ഒരു കഥ മാത്രമാണ്. ഇങ്ങനത്തെ ഒരു മനുഷ്യരും ഒരു സൃഷ്ടിപ്പ് ലോകത്ത് ഉണ്ടായിട്ടില്ല. വ്യാജമായ നിങ്ങളുടെ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിനപ്പുറം ഇതല്ല നിങ്ങളുടെ ആരാധ്യനാവേണ്ടത്. നിങ്ങൾ മുഴുവനും സൃഷ്ടിച്ച സൃഷ്ടാവായ അല്ലാഹുവാണ്. അത് നമുക്ക് പറയാം.
യഥാർത്ഥം പറഞ്ഞു കൊടുക്കാം, പക്ഷെ അപ്പോഴും അതിനെ ചീത്തയായി കൊണ്ട് പറയാൻ പാടില്ല. അതുകൊണ്ട് ആ തരത്തിലുള്ള പ്രയോഗങ്ങൾ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. അദ്ദേഹത്തിന്റെ അടുത്ത് വന്നത് തെറ്റു തന്നെയാണ്, ആ തെറ്റ് അദ്ദേഹം തന്നെ തിരുത്തണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ വളരെയധികം ഒരുപാട് കാര്യങ്ങൾ കുടുംബങ്ങൾ പരസ്പരം ചർച്ച ചെയ്യേണ്ടതും മനസ്സിലാക്കേണ്ടതും, കുടുംബം എപ്പോഴും ഒന്നിച്ച് ഐക്യത്തോടു കൂടിയിട്ട് സ്നേഹത്തോടു കൂടിയിട്ട് നിലനിൽക്കേണ്ടുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഏറ്റവും കൂടുതൽ ഇപ്പോഴുള്ളത്. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന സാഹചര്യത്തിൽ നിന്ന് കൂടുമ്പോൾ കലഹമുണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് പലപ്പോഴും കുടുംബ സദസ്സുകൾ മാറുന്നുണ്ട്. ഒരു പ്രശ്നമില്ലാതെ പോയിരുന്ന കുടുംബങ്ങളിൽ ഒരു കുടുംബ ഗ്രൂപ്പ് വാട്സപ്പിൽ ഉണ്ടാക്കിയാൽ അത്ര പെട്ടെന്ന് അത്രയൊന്നും ദൂരം വേണ്ടി വരില്ല ആ കുടുംബം മുഴുവനും കലഹിക്കാൻ. ഒറ്റ വാട്സപ്പ് ഗ്രൂപ്പ് മതി. ഒരു കുടുംബ സദസ്സ് എല്ലാവരും കൂടി, കുടുംബങ്ങളൊക്കെ ഒന്നിച്ചു കൂടണം, എല്ലാ കുടുംബങ്ങളൊന്ന് നമുക്ക് ഒരുമിച്ച് കൂടുകയെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി ഒരു സ്ഥലത്തൊന്ന് ഒരുമിച്ച് കൂടി, അത് മതിയാവും ചിലപ്പം കുറെ കാലങ്ങൾക്ക് ഒരു കുടുംബങ്ങൾ കലഹിക്കാൻ. എന്തുകൊണ്ടാ? കൃത്യമായിട്ട് കുടുംബങ്ങളിൽ നമ്മൾ എടുക്കേണ്ടുന്ന നിലപാടുകൾ, അതിനെക്കുറിച്ച് അതിൻ്റെ അതിർവരമ്പുകൾ, അതിന് ഇസ്ലാമികമായിട്ട് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. ഇസ്ലാമിൽ മാത്രമേ അതുള്ളൂ. കുടുംബങ്ങളിൽ പ്രവർത്തിക്കേണ്ടുന്ന മാന്യമായ രീതികൾ പഠിപ്പിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥവും ഒരേ ഒരു ആദർശവും അത് പരിശുദ്ധ ഇസ്ലാമിന്റെയും പരിശുദ്ധ ഖുർആനിന്റെയും പരിശുദ്ധ പ്രവാചകന്റെയും മാത്രമാണ്. അതിനപ്പുറം കാണാൻ കഴിയുന്നില്ല. ഇന്ന് നോക്കൂ നിങ്ങൾ, ആധുനികമായിട്ട് ചികിത്സിക്കുന്ന, മനോരോഗങ്ങൾക്ക് ചികിത്സിക്കുന്ന മുസ്ലിങ്ങളല്ലാത്ത ഡോക്ടർമാർ പോലും മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ നിർദ്ദേശങ്ങളാ മനുഷ്യരുടെ ഹൃദയങ്ങൾ ഇണക്കുവാൻ വേണ്ടി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതൊരു വല്ലാത്ത അത്ഭുതം. അതുകൊണ്ട് തന്നെ കുടുംബങ്ങളിൽ ധാർമ്മികത എങ്ങനെ നിലനിർത്താം എന്നതിനെ കുറിച്ച് ഇൻഷാ അള്ളാഹ് അടുത്ത ദിവസം ചൊവ്വാഴ്ച 17-ാം തീയതി മഗ്‌രിബിനു ശേഷം നമ്മുടെ ഈ പള്ളിയിൽ വെച്ച് ലുക്കുമാൻ പൊത്തുകല്ലിൻ്റെ പ്രഭാഷണമുണ്ട്, സംസാരമുണ്ട്. കുടുംബത്തോടു കൂടി കുട്ടികളെയും കൂട്ടിക്കൊണ്ടുവരണം. കുട്ടികൾ എടുക്കേണ്ടുന്ന നിലപാടുകൾ, പിതാക്കന്മാർ മാതാപിതാക്കളൊക്കെ പരസ്പരമായിട്ട് അവരറിയേണ്ടുന്ന പഠിക്കേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നത് ഈ കാലഘട്ടത്തിൻ്റെ വളരെ അത്യാവശ്യമായ ഒരു സാഹചര്യമാണ് എന്നതുകൊണ്ട് ഈ ക്ലാസ്സിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയുണ്ടാവണം എന്ന് പ്രത്യേകമായിട്ട് ഉണർത്തുകയാണ്. വരുന്ന ചൊവ്വാഴ്ചയാണ്, മഗ്‌രിബിന് ശേഷമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ അന്ധവിശ്വാസങ്ങളിൽ നിന്നും പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ തിരുസുന്നത്ത് കൊണ്ട് ഈ ഉമ്മത്തിൽ ശക്തമായ ഒരു മുന്നേറ്റം അല്ലാഹു നമുക്ക് അനുഗ്രഹിച്ചു നൽകുമാറാവട്ടെ. എല്ലാ അന്ധവിശ്വാസികളെയും അവർ ചെയ്യുന്നത് അന്ധവിശ്വാസമാണ് എന്ന് കൃത്യമായി അത് പറഞ്ഞു കൊടുക്കുവാനുള്ള ഇൽമും ആരോഗ്യവും തൗഫീഖും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും അൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാളിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. وآخر دعوانا أن الحمد لله رب العالمين.